ഇന്ന് പതിവ് പോലെ തന്നെ ക്ലാസ്സുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ക്ലാസ്സിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂഡാകെ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടാ. കണ്ണ് നിറയുക, സങ്കടം വരിക. എന്തിനീ സങ്കടം വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാനപ്പോൾ ആദ്യം വിചാരിച്ചു വീട്ടിലേക്ക് തിരിച്ചു പോയാലോ എന്ന്. പിന്നെ തൃശ്ശൂർ വരെ എത്തിയതല്ലേ, ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഓക്കെ ആയാലോ എന്ന് തോന്നി. അങ്ങനെ പിന്നെ ക്ലാസ്സിൽ കയറി. ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നു കേട്ടോ. ക്ലാസ്സിലിരുന്നിട്ടും എനിക്ക് ഒട്ടും ക്ലാസ് ശ്രദ്ധിക്കാനോ ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഉച്ചയായിട്ട് വേഗം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങണം എന്നൊരു ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഉച്ചയായപ്പോൾ ഞാൻ സാറിനോടൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം വീട്ടിൽ നിന്നേക്ക് പോകാമെന്ന് വിചാരിച്ചേട്ടാ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ശില്പേച്ചിനെ കാണാൻ പോവാന്ന്. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ശില്പേച്ചിനെ കാണുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോളറോയിഡ്സ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ചേച്ചിക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടാ. ചേച്ചി അത് കിട്ടിയ വഴിക്ക് എൻ്റെ ചിക്കുചേട്ടനെ വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിച്ചൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടാ. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ അടുത്ത് കടയിൽ ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ശില്പേച്ചിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഏറെക്കുറെയൊക്കെ പ്രശ്നങ്ങൾ മാറിയ പോലെ എനിക്ക് തോന്നിയിട്ടാ. എനിക്ക് ശില്പേച്ചിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 കൊല്ലത്തെ പരിചയം ഉണ്ട് കേട്ടാ. പക്ഷെ ഞങ്ങൾ അത്ര ക്ലോസ് ഒന്നും അല്ലായിരുന്നു. കാണുമ്പോൾ ചിരിക്കുന്നുള്ളൊരു പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഇത്രയ്ക്ക് അടുക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. നമുക്ക് പരസ്പരം അങ്ങടും ഇങ്ങടും നമുക്ക് ആശ്വാസമേകാൻ പറ്റുന്നുണ്ടെന്ന് അറിയുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പതുക്കെ വീട്ടിലേക്ക് പോരാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ.